ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടിക്കാനത്തിനടുത്തുള്ള സ്ഥലത്താണ്. പലരും ചോദിക്കാറുണ്ട് കുട്ടിക്കാനത്തൊക്കെ എന്താണ് കാണാനുള്ളത്. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഹിഡൻ പ്ലേസസ്, അതായത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത, കുട്ടിക്കാനത്ത് വന്നാൽ എല്ലാവരും പോകുന്നത് പരുന്തുംപാറ, പാഞ്ചാലിമേട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളല്ലാണ്ട് കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് സ്പോട്ട്. നമ്മൾ ആക്ച്വലി വന്നത് പരുന്തുംപാറ വഴിയാണ്. പരുന്തുംപാറ വഴി വരുമ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരു സ്പോട്ട് കിട്ടും. ഈ ഒരു ലൊക്കേഷൻ്റെ പേരാണ് ഹില്ലാഷ് വ്യൂ പോയിൻ്റ് എന്നും പറയും. അത് കണ്ടോ, അത് ആക്ച്വലി ഒരു ഹൃദയ തടാകം എന്നൊക്കെ പറയാം. ആ ഒരു മോഡലാണ്. ഇപ്പോൾ നമുക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും, വയനാട് ഒരു ഹൃദയ തടാകമുണ്ട്. പക്ഷേ അത് നമുക്ക് എന്താ പറയുക, ഒരുപാട് ട്രെക്കിംഗ് ഒക്കെ ചെയ്താണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ചെമ്പ്ര പീക്കിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് റോഡ് സൈഡിൽ തന്നെ കണ്ടോ, നല്ല ഇത്ര അടുത്തായിട്ട് നമുക്ക് ആ ഒരു ഹൃദയ തടാകം കിട്ടും. അതായത് ആ ഒരു ഷേപ്പ് ഉണ്ട് കണ്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചെറിയ ബൈക്ക് ട്രിപ്പിന് ഇറങ്ങിയതാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹില്ലാഷിലാണ്. ഹില്ലാഷ് വ്യൂ പോയിൻ്റ് എന്ന് പറയും. ഒരു കിടിലൻ വ്യൂ പോയിൻ്റാണ് കണ്ടോ. പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. എക്സാക്ട്ലി നമ്മൾ 20 വരെ മാപ്പിട്ട് അറിയാവുള്ളൂ. ഇനി അങ്ങോട്ട് മാപ്പിടാതെ പോയി നോക്കണം. പഴയ 1-2 വീഡിയോസൊക്കെ കണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, ഒന്ന് പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ പോയിട്ടില്ലാത്ത സ്ഥലത്ത് പോകുമ്പോഴാണല്ലോ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിക്കുന്നു. എനിക്കൊന്നു അതേപോലത്തെ ഒരു ലേക്കിൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു മറ്റൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ആ മുകളിൽ നിന്നാണ് വന്നത്. ഒരു കിടിലം സ്പോട്ടല്ലേ, ഒരു മരമൊക്കെ ആയിട്ട്. ആക്ച്വലി ഇവിടെയാണ് നമ്മൾ വന്നത്. ഇതൊരു ചെക്ക് ഡാമാണ് കേട്ടോ. അതോ നല്ലൊരു പാലം നടുക്കൊക്കെ ആയിട്ട് ധാരാളം പശുക്കളുണ്ട് ഇവിടെ. അതുണ്ടോ, 2 സൈഡിലും നമുക്കൊരു ഇങ്ങനെ ലേക്കിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. മുകളിൽ തേയിലത്തോട്ടമൊക്കെ ആയിട്ട് അടിപൊളി അടിപൊളിയല്ലേ. ധാരാളം പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ സൗണ്ട് കേൾക്കാം. അവിടെയൊക്കെ ഒരു ചെറിയ പക്ഷിയൊക്കെ ഇരിപ്പുണ്ട്. ഒരു കുരുവി. അവിടെ ഒരു ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ വരുന്നതെന്ന് തോന്നുന്നത് ഇങ്ങോട്ടേക്കൊക്കെ. അപ്പോൾ പാലത്തിൻ്റെ നടുക്ക് വന്ന് നിന്നാൽ നമുക്ക് കിട്ടുന്ന വ്യൂ ഇതാണ് കേട്ടോ. അടിപൊളി. ഇവിടുന്ന് ഇടയ്ക്ക് ജീപ്പുകളൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇതുവഴി പോകാറുണ്ട്. തേക്കടിയിലേക്കും സത്രത്തിലൊക്കെ പോകുന്ന ഇതുവഴിയൊക്കെ പോകാറുണ്ട് കേട്ടോ. എക്സാക്ട് റൂട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ജീപ്പ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇതുവഴി പോകാറുണ്ടെന്നാണ് കേട്ടോ. ഇത് കണ്ടോ, ആ പച്ച വിരിച്ച തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ജീപ്പ് കയറി പോകുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണുമെന്ന് എനിക്കറിയില്ല. അത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ. അത് ആ ഒരു മരത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു വരാനായിട്ടൊരു സ്പേസ് ഉണ്ട്. ഈ വഴിയല്ല, ഇത് ഇപ്പുറത്ത് ഈ വെള്ളത്തിനോട് ചേർന്ന് ഇങ്ങനെ കരയിൽ കുറച്ചൊരു തിട്ട പോലെ ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. അവിടെ ഒരു കാറ് കിടപ്പുണ്ട്. അപ്പോൾ അത് ഒരു വാലിയുടെ ഇടയ്ക്ക് കിടക്കുന്ന പോലെ കൊള്ളാം. നല്ല രസമുണ്ട്. കിടിലം ഫ്രെയിം കേട്ടോ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടിക്കാനത്തിന് തൊട്ടടുത്തുള്ള 1-2 ആരും അറിയാത്ത സ്പോട്ടുകളുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.